ഹെലികോപ്റ്റർ യാത്ര, വിരുന്നു വിവാദം, മഴക്കെടുതിയിൽ ഏകോപനമില്ലായ്മ. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ആരോപണ ശരങ്ങൾ ഉയർത്തി വി.ഡി. സതീശൻ സർക്കാരിനെ വളയാൻ പിണറായി വിജയനും CPM സംസ്ഥാന നേതൃത്വവും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഭരണം 3 മാസം പിന്നിടുന്ന വേളയിൽ CPM സംസ്ഥാന സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സൈബർ വിഭാഗവും ഒന്നടങ്കമാണ് മുഖ്യമന്ത്രി സതീശനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ സതീശൻ സർക്കാരിനെതിരെ വാളോങ്ങാൻ എത്തുമ്പോഴെല്ലാം സ്വന്തം മുൻകാല ചെയ്തികളുടെ നിഴൽ വീണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാ അടയ്ക്കപ്പെടുന്ന കാഴ്ചയ്ക്കാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. താൻ പണ്ട് ചെയ്ത അതേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പുതിയ സർക്കാരിനെ വിമർശിക്കാൻ തുനിയുമ്പോൾ സ്വന്തം ഭൂതകാലം തന്നെ തിരിച്ചടിയായി മാറി പ്രതിപക്ഷ ആക്രമണങ്ങളുടെ മുനയൊടിക്കുകയാണ്. മുൻപ് പിണറായി വിജയൻ ഭരണത്തിലിരുന്നപ്പോൾ നടത്തിയ ധൂർത്തും അനാവശ്യ ചെലവുകളുമാണ് ഇന്ന് CPMന്റെ വിമർശനങ്ങളുടെ വീര്യം കെടുത്തുന്നത്. അന്ന് കോടികൾ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പറന്നതും പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന ആരോപണങ്ങളും വൻകിട വിരുന്നുകളും മാധ്യമങ്ങളിൽ വൻ വിവാദമായതാണ്. അന്ന് ഇത്തരം വിഷയങ്ങളിൽ പിണറായി വിജയൻ സ്വീകരിച്ച അതേ ന്യായീകരണങ്ങളും നടപടികളും തന്നെയാണ് ഇന്ന് സതീശൻ സർക്കാരിനെതിരെയുള്ള ആയുധങ്ങളെ നിഷ്പ്രഭമാക്കുന്നത്. താൻ പടുത്തുയർത്തിയ ആഡംബര ഭരണ മാതൃകകൾ ഇന്ന് തിരിഞ്ഞുകൊത്തുമ്പോൾ മുഖ്യമന്ത്രി സതീശന് നേരെ വിരൽ ചൂണ്ടാൻ പോലും കഴിയാതെ രാഷ്ട്രീയമായി വായടക്കപ്പെട്ട അവസ്ഥയിലാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. KPCC പുനഃസംഘടന വൈകുന്നതിനാലും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കാരണവും പാർട്ടി തലത്തിൽ താൽക്കാലികമായൊരു നിശബ്ദത നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊന്നും കുറവറിയിക്കാതെ തന്നെ ഭരണതലത്തിൽ അതിശക്തമായ പ്രതിരോധമാണ് വി.ഡി. സതീശൻ തീർക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഭയമില്ലാതെ നേരിട്ടെത്തി ഹെലികോപ്റ്റർ യാത്ര സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപകരെ ആകർഷിക്കാനുള്ള പൂർണ്ണമായും ഔദ്യോഗിക ആവശ്യത്തിനായിരുന്നുവെന്ന് വളരെ കൃത്യമായ കണക്കുകൾ നിരത്തി അദ്ദേഹം വിശദീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടുകയും കൂടി ചെയ്തതോടെ CPMന്റെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയാണ്. ഭരണപക്ഷത്തിനുള്ളിലെ ചില മന്ത്രിമാരുടെ പ്രസ്താവനകളിലെ വൈരുദ്ധ്യങ്ങളും മുൻകാല വിമർശനങ്ങളുടെ ധാർമ്മിക ബാധ്യതയും ഉയർത്തിക്കാട്ടി രക്ഷപ്പെടാൻ CPM ശ്രമിക്കുന്നുണ്ടെങ്കിലും സതീശൻ നൽകുന്ന ഉരുളക്കുപ്പേരി മറുപടികൾക്ക് മുന്നിൽ പിണറായി വിജയന് നിലയുറപ്പിക്കാൻ സാധിക്കുന്നില്ല. താൻ ചെയ്ത തെറ്റുകൾ ചരിത്രത്താളുകളിൽ കിടക്കുമ്പോൾ അതേ വിഷയങ്ങളിൽ പുതിയ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച പിണറായി വിജയൻ സ്വന്തം വലയിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. വി.ഡി. സതീശൻ തൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെയും വ്യക്തമായ മറുപടികളിലൂടെയും ഭരണവുമായി മുന്നേറുമ്പോൾ മുൻകാല ചെയ്തികൾ ഓർത്ത് സ്വന്തം ആയുധങ്ങൾ കൈവിട്ടുപോയ അമ്പരപ്പിലാണ് പിണറായിയും പ്രതിപക്ഷവും.